ഗൈസ് ഇവിടുത്തെ വേറെ ഒരു എന്നുവെച്ചാൽ ഭയങ്കര ഫേമസ് ആയ ഒരു സംഭവമാണിത് രാജാ മിർച്ച അല്ലെങ്കിൽ ഉംറോക്ക് അല്ലെങ്കിൽ മുറോക്ക് എന്ന് പറയുന്നത് ഇത് കിങ് ചില്ലി. ഈ സംഭവം ഉണ്ടല്ലോ 1.5 സ്കോവിൽ യൂണിറ്റ്സാണ്. നമ്മുടെ കാന്താരി വരെ 1000-1500 സ്കോവിൽ യൂണിറ്റ്സ് ഉള്ളൂ. എരിവ് നമ്മൾ മെഷർ ചെയ്യുന്ന സ്കോവിൽ യൂണിറ്റ്സ് വെച്ചിട്ടാണ്, മനസ്സിലായില്ലേ? നമ്മുടെ കാന്താരി മുളക് 1000-1500 സ്കോവിൽ യൂണിറ്റ്സ് ഉള്ളൂ. പക്ഷേ ഈ സംഭവം ഉണ്ടല്ലോ 1.5 സ്കോവിൽ യൂണിറ്റ്സാണ്. ഒടുക്കത്തെ എരിവ് ഇതിന്. ഇതാണ് ഇവരുടെ സ്റ്റേപ്പിൾ ഫുഡിൻ്റെ ഒപ്പം ഇവർ ഡെയിലി കഴിക്കുന്നത്. ഇതില്ലാണ്ട് അവർക്ക് പറ്റില്ല. ആരെങ്കിലും കിട്ടണമെന്ന് ചെന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എരിവ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിത് കഴിക്കാറുണ്ട്. നല്ല അടിപൊളി സാധനമാണ് എരിവ്. ഇന്ന് രാത്രി കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. നാളത്തേക്കുള്ള ഭക്ഷണവും അവരിവിടെ ഉണ്ടാക്കുന്നുണ്ട് ഫുള്ള്. ഇവരുടെ മെയിൻ സ്റ്റേപ്പിൾ ഫുഡ് ഒന്ന് പന്നിയിറച്ചി, പിന്നെ പോത്തിറച്ചി, പിന്നെ റൈസ്. ഇതാണ് മെയിൻ സ്റ്റേപ്പിൾ ഫുഡ് ഇവരുടെ. നിങ്ങൾക്കറിയാം കൂടുതൽ ആദിവാസികളും ആ സമയത്തുള്ള ഇതെല്ലാ ട്രൈബ്സും കൂടുതലും ഇതൊക്കെയാണ് കഴിക്കുക. കാരണം വളരെ ഈസിലി അവൈലബിളാണ്. അപ്പോൾ അവരുടെ ഹിസ്റ്ററി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് ഹില്ലി റീജിയൻ ആകുമ്പോൾ കൂടുതൽ ഫാറ്റ് അവർക്ക് കഴിക്കണം, കൺസ്യൂം ചെയ്യണം. കാരണം അത്രയും തണുപ്പുണ്ട് ഇവിടെ. ബേസിക്കലി ഞാൻ കഴിക്കാറില്ല പന്നിയിറച്ചിയൊന്നും. പോത്ത് കഴിക്കും ഞാൻ, പക്ഷേ പന്നിയിറച്ചി ഞാൻ കഴിക്കാറില്ല. ഈവൻ എൻ്റെ മോനും കഴിക്കാറില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ അവരിത് വലിയൊരു ട്രഡീഷനാണ്. സോ ദേ ഹാവ് ടു. അവർ ഇന്നലെ ആക്ച്വലി ഒരു വലിയൊരു പന്നീനെ മേടിച്ചു കൊടുന്ന് അതിനിവിടെ ഹലാലാക്കി. ഫുള്ള് ഹലാലല്ല, അറുത്ത് കളഞ്ഞത്. അപ്പോൾ അതിനിപ്പോൾ അവർ കുക്ക് ചെയ്യണത്. അപ്പോൾ അവർക്ക് വേണ്ടി ഇത് വലിയൊരു കാര്യമാണ്. പന്നിയിറച്ചി എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണത്. ബട്ട് ഐ ഡോണ്ട് ഈറ്റ് ഇറ്റ്. ഓക്കെ ഗൈസ്, എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇവർ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നു. കാരണം ഞാൻ പന്നിയിറച്ചി കഴിക്കാത്തതുകൊണ്ട് ചിക്കൻ കറി, പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ രാജാ മിർച്ചയുടെ ഇത് അച്ചാർ. ഇതിൻ്റെ വേറെ സംഭവം ഉണ്ട് അവരുണ്ടാക്കുന്നത്. പിന്നെ റൈസും എനിക്ക് ദാലും. പാമിൻ്റെ ഗ്രാൻഡ് ഫാദർ ആള് ആക്ച്വലി മണിപ്പൂരിൻ്റെ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാനിഷ് ഐസ. ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് ഞാൻ നിങ്ങൾക്ക് അടിയിലിട്ട് തരാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾ അറിയും. ഫസ്റ്റ് CM ഓഫ് മണിപ്പൂർ പാമിൻ്റെ ഗ്രാൻഡ് ഫാദർ. നമ്മളിപ്പോൾ ചർച്ചിലേക്ക് പോകുന്നത്, അവിടെ പാമൊക്കെ അവിടെ ഡെക്കറേഷൻ ചെയ്യാൻ നാളത്തേക്ക് വേണ്ടി. അപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ വീഡിയോയിൽ. ഓ മൈ ഗോഡ്, kids are so naughty. മരത്തോണ്ടുണ്ടാക്കിയ വീടാണ് ഇത്. ഇതെല്ലാതും മരത്തോണ്ടുണ്ടാക്കിയ വീടാണ്. പിന്നെ മുകളിൽ ടിന്നിൻ്റെ. ഇപ്പോൾ പുതിയതായിട്ട് എല്ലാതും ഇപ്പോൾ വാർത്ത തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടോ വാർത്ത തുടങ്ങി. ഇതാണ് പൊങ്യോ ബാപ്റ്റിസ്റ്റ് ചർച്ച്, എസ്റ്റാബ്ലിഷ് 1901. അത്രയും പഴയ ചർച്ച് അത് കണ്ടാ. പൊങ്യോ ബാപ്റ്റിസ്റ്റ് ചർച്ച് ഉപ്പുൽ, എസ്റ്റാബ്ലിഷ് 1901. അത്രയും പഴയതാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ മാതിരി ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇവിടെ ആക്ച്വലി അമേരിക്കൻ മിഷനറീസ് വന്നിട്ടാണ് ഇവിടെ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നത്. ഇതേ എൻ്റെ ബ്രദറിലോ ഏറ്റവും ചെറുതീവൻ, നമ്മുടെ ശ്രീമതി. ഫുള്ള് ബിസി ആള്. ഇപ്പോൾ നമ്മൾ ചർച്ചിൻ്റെ ഉള്ള അപ്പോൾ ഇവിടെയാണ് ഇവർക്ക് ഡെക്കറേഷൻ ചെയ്യേണ്ടത് ഫുള്ള്, മനസ്സിലായില്ല? അപ്പോൾ ഇത് കണ്ടില്ല, കാട്ടിലെ ഫുള്ള് സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടിട്ട് അവർ ഇന്നലെ രാത്രി നമ്മുടെ ബ്രദറിലും എല്ലാവരും ഇതൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് കാട്ടിൽ പോയി. ഫുള്ള് എന്താ ഹെഡ്ലൈറ്റും ലാമ്പൊക്കെ ഇട്ടിട്ട് തലയിൽ ഒന്നും പറയണ്ട. ഇവിടെ നാളെ നമ്മളുടെ സെറിമണി നടക്കും. അതുണ്ടാക്കിയത് ഒരു വിൻഡോ മാതിരി ഉണ്ടാക്കിയിരിക്കണില്ലേ, അത് നമ്മുടെ ബ്രദറിലും ഉണ്ടാക്കിയ ആൾ. ഒരു വെറുതെ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട്, ബട്ട് ഇറ്റ്സ് ലുക്സ് നൈസ്, വെരി നൈസ്. പിന്നെ ഓഫ് കോഴ്സ് സ്ക്വയറും എല്ലാതും ഇവിടെ ഉണ്ട്. ചർച്ച് നോക്കി കഴിഞ്ഞാൽ അത് ഇത്രയും വലുതാണ്. ഇത്രയും വലിയ ചർച്ചൊന്നുമില്ല, എന്നാലും ഇറ്റ്സ് മോർ ദൻ ഇനഫ്. പക്ഷെ ഇപ്പോൾ ഇവിടെ ആൾക്കാർ കൂടി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഈ ചർച്ചിൻ്റെ ഇത് കുറച്ചും കൂടി അവർ നീട്ടാൻ പോകുമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഫുള്ള് പ്ലാനിങ്ങിലാണ് ഡെക്കറേഷന്. ബ്രദറും സിസ്റ്ററും. ഇത് മറ്റേ നമ്മളെ ഫോൺ പ്ലാന്റ്സ് ഇല്ലേ, അതാണത് സംഭവം. ഫോൺ പ്ലാന്റ്സ്.
ഇവിടെ ഉണ്ടല്ലോ നമ്മൾ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ആവും നല്ല ക്ലൈമറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ പൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ശ്വസിക്കുമ്പോഴൊക്കെ നമുക്ക് ശരിക്കും നമ്മുടെ ലങ്സിൽ കൂടെ തന്നെ നല്ല ഫ്രഷ് എയർ പോകുന്നത് മാതിരി തന്നെ നമുക്ക് തോന്നും. പറഞ്ഞ അതിലൂടെ ചർച്ചിൻ്റെ പണി ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. കണ്ട എക്സ്പാൻഡ് ചെയ്യണം ഇവിടെ ചർച്ച്. ഇവിടെ പണ്ടത്തെ പോപ്പുലേഷനിലും കൂടുതൽ ഭയങ്കരമായിട്ട് കൂടി. ഇപ്പോൾ ഉഖ്രുൽ എന്ന് പറഞ്ഞ ഈ ഡിസ്ട്രിക്റ്റ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഡിസ്ട്രിക്റ്റാണ് ഇപ്പോൾ ഇവിടെ മണിപ്പൂരിൽ. നിങ്ങളിവിടുന്ന് ഏത് മുക്കിലും മൂലക്കിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഹിൽ ടോപ്പിൽ കുറേ വീടുകൾ. ആ വീടുകൾ കാണുന്നൊക്കെ എല്ലാതും ഓരോരോ വില്ലേജസാണ്. വെറുതെ അല്ല ഈ സ്ഥലം ഉണ്ടല്ലോ ട്രൈബൽസിന് വേണ്ടിയിട്ട്. ഇവിടെ ടച്ച് ചെയ്യാൻ പറ്റില്ല. ആര് വന്നാലും നമ്മളൊക്കെ പെട്ടുപോകും. നമ്മൾക്ക് അറിയുമ്പോലില്ല അവിടുന്ന് ഏത് മലയിൽ കൂടെ പോകണമെന്ന്. അന്ന് ഇവന്മാർക്ക് എല്ലാ മുക്കും കൊലയും അറിയാം. ഓക്കെ, ഓൾമോസ്റ്റ് ചർച്ചിൻ്റെ അവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി അവർക്ക് അയൽ AISLE അയലുണ്ടാക്കണം. വാക്കിംഗ് അയൽ. അവർ നടന്നു വരുന്ന ആളെ കല്യാണം കഴിഞ്ഞ് അപ്പോൾ ആ അയലുണ്ടാക്കണം. അതും കൂടിയും കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാം. ഇവിടെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ്. ആൾക്കാരെന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാനൊരു ഡിഫറെൻറ്റ് ലുക്ക്. ബാക്കിയെല്ലാവരും ഒരു മറ്റേ ചൈനീസ് ലുക്ക് മാതിരി, ഞാൻ മാത്രം ഡിഫറെൻറ്റ്. ആൾക്കാരെന്നോട് ഇങ്ങനെ വന്ന് സംസാരിക്കുക ഹിന്ദിയിലും ഇംഗ്ലീഷിലും. എവിടുന്നോ ഏതൊരു രാജ്യത്തുനിന്ന് വന്ന മാതിരി, ഫോറിനറില്ലേ അത് മാതിരി. ഞാൻ എല്ലാ പരിപാടിയും അവിടെ ചർച്ചിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന് അവിടെ അവരുടെ ഇനിയും ഒരു 3-4 മണിക്കൂർ കൊടുക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചെന്നിട്ട് എനിക്കത് കവർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഗൈസ്, ഐ ആം എ ലിറ്റിൽ ബിറ്റ് ടയർഡ്. ഐ ഹാവ് ടു എഡിറ്റ് ദിസ് വ്ലോഗ് ഓൾസോ ആൻഡ് അപ്ലോഡ് ഇറ്റ് ഓൾസോ. സോ ഐ വിൽ സീ യു ടുമാറോ. അവരുടെ വെഡ്ഡിങ് ആണ്. അപ്പോൾ നാളെ ചിലപ്പോൾ വ്ലോഗ് ഇടാൻ പറ്റില്ല, മറ്റന്നാൾ ഇടാം. കാരണം നാളെ തിരക്കിലായിരിക്കും. അപ്പോൾ വീട്ടിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇവിടെ സംഭവങ്ങളും ആൾക്കാരൊക്കെ ഉണ്ടാവും. So hopefully by day after tomorrow I'll try to upload my another vlog. Then after that I'll show you Ukhrul full town. എല്ലാതും കാണിച്ചിട്ട് പിന്നെ നമുക്ക് 28-ാം തീയതിക്ക് ഡൽഹിക്ക് തിരിച്ച്. So if you're new to my channel, please consider subscribing, liking and commenting on this channel. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. Bye.